വിശദമായി തന്നെ നോക്കാം. പാലക്കാട് ധോണിയിൽ വനം വകുപ്പിന്റെ PT-7 ദൌത്യം വിജയം. രാവിലെ മയക്കുവെടിയേറ്റ PT-7നെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചു. PT-7നുമായുള്ള വനം വകുപ്പിന്റെ ലോറി 12:30യോടെയാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചത്. അതിന്റെ എല്ലാ നിലയിടത്തോടുകൂടി PT-7 തിരിച്ചുണ്ടാക്കുന്ന കാഴ്ച ഇനി അനങ്ങാനാവില്ല. കാരണം PT-7നെ കൂട്ടിലേക്കാണ് കുതിച്ചു വരികയാണ്. രാവിലെ 5:45ഓടെയാണ് ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം മരത്തിനുള്ളിൽ പ്രവേശിച്ചത്. കൊർമ വനമേഖലയിൽ നിലയുറപ്പിച്ച് ആനയെ 7:15ഓടെ മയക്കുവെടിവെച്ചു. ആനയെ വളഞ്ഞ ദൌത്യസംഘം കുങ്കിയാനകളുടെ സഹായത്തോടെ 11:30ഓടെയാണ് ലോറിയിൽ കയറ്റിയത്. വഴങ്ങാതെ നിന്ന PT-7നെ സുരേന്ദ്രൻ അടക്കമുള്ള കുങ്കിയാനകൾ ലോറിയിൽ കയറ്റുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ പ്രസാദ് ഉടുമ്പശ്ശേരിയും CB അനുമോദും അവിടെ നിന്നും ചേർന്നുണ്ട്. ആദ്യം അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, അല്പസമയം മുമ്പാണ് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ PT-7നെ എത്തിച്ചത്. കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, അല്പസമയത്തിനകം തന്നെ PT-7നെ കൂട്ടിലേക്ക് മാറ്റും. അതിനു മുൻപ് അതിൻ്റെ സെഡേഷൻ കുറയ്ക്കുവാൻ വേണ്ടി വെള്ളമൊഴിച്ച് തണുപ്പിക്കുക തുടങ്ങിയ നടപടികളാണ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം ഈ ആന നിലവിൽ മയക്കത്തിലാണ്. ഈ മയക്കത്തിലുള്ള ആനയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ കൂട്ടിലേക്ക് ഇറക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് വെള്ളമൊഴിച്ച് തണുപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ മാധ്യമങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് ഇക്കാര്യത്തിലൊരു വിശദമായ ബ്രീഫിംഗ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുകയുള്ളൂ. ഈ മിഷൻ PT-7 അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന മിഷൻ PT-7 അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെയോടുകൂടി ആദ്യഘട്ടം പൂർണ്ണമാകുന്നു. ആനയെ മയക്കുവെടിവെക്കുന്നു. 7:15ഓടുകൂടിയാണ് PT-7നെ മയക്കുവെടിവെച്ചത്. അതിനുശേഷം ആന മയങ്ങുന്നു. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റുന്നു. അതിനുശേഷം അവിടെ നിന്ന് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. ലോറിയിലാണ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അല്പസമയത്തിനുള്ളിൽ PT-7നെ കൂട്ടിലേക്ക് മാറ്റും. അനുമോദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. അനുമോദ്, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, പറഞ്ഞത് മുഴുവനായി കേൾക്കാൻ സാധിച്ചിട്ടില്ല. തുടരാം. രഞ്ജിനി, നമ്മളിന്ന് രാവിലെ മുതൽ ഈ ഒരു മിഷനുമായി നടത്തിയ കാര്യങ്ങളുടെ കൃത്യമായ ടൈം ലൈൻ അല്പസമയം മുമ്പ് തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ PT-7 കൂട്ടിനടുത്താണുള്ളത്. ഇതിന് മയക്കത്തിലാണ്, സെഡേഷനിലായതുകൊണ്ട് തന്നെ അതിനെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് അതിന് സാധാരണ സെഡേഷന്റെ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അത്തരം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇതിനെ കൂട്ടിലേക്ക് മാറ്റുക. ഡോക്ടർ അരുൺ സഖറ അടക്കമുള്ളവർ ഈ നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഫോറസ്റ്റ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ആനയെ കൂട്ടിലേക്ക് മാറ്റിയതിനു ശേഷമേ
ഈ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ പൂർണ്ണമായിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതിലെ കാര്യങ്ങൾ വിശദമാക്കുകയുള്ളൂ. കാരണം നമുക്ക് രാവിലെ മുതൽ ഈ ഒരു ദൗത്യം പൂർണ്ണമായിട്ടും നമ്മൾ പിന്തുടരുന്നതാണ്. രാവിലെ 7:10 PT7 മയക്കുവെടി വെച്ചത്. ഇന്നലെ രാത്രി മുതൽ തന്നെ കൃത്യമായ പ്ലാനിങ്ങും ട്രാക്കിങ്ങും ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് തന്നെ ആന എവിടെയാണെന്ന സന്ദേശം കൃത്യമായിട്ട് ടീം നൽകിയിരുന്നു. അതിനുശേഷം 5:30 അരുൺ ചക്രയുടെ അടങ്ങുന്ന ടീം മയക്കുവെടി വെക്കുവാൻ വേണ്ടി സ്ഥലത്തേക്ക് എത്തി. 7:10 മയക്കുവെടി വെച്ചു. ശേഷം ആനയെ ഈ കുങ്കിയാനകളുടെ സഹായത്തോടെ ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം ആനയെ വാഹനത്തിൽ കയറ്റി ലോറിയിൽ കയറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിന് വളരെയധികം പ്രയത്നം വേണ്ടി വന്നു. കാരണം സെഡേഷനിലാണെങ്കിൽ പോലും വലിയ തോതിൽ ഒരു പ്രതിരോധം PT7 ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ്, ഏറെ ബുദ്ധിമുട്ടിയാണ് കുങ്കിയാനകൾ PT7 ലോറിയിലേക്ക് കയറ്റിയത്. തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ ധോണി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ ഒരുക്കിയിരിക്കുന്ന ആനക്കൂട്ടിലേക്ക് PT7 എത്തിച്ചു. രാവിലെ മുതൽ ഈ 7:10 മയക്കുവെടി വെച്ചു എന്നറിഞ്ഞത് മുതൽ ഈ നാട് ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്, സമാധാനത്തിലാണ്. കാരണം അവരുടെ ജീവനും സ്വത്തിനും എല്ലാം ഉണ്ടായിരുന്ന ഒരു ഭീഷണി, അത് PT7 ഉയർത്തിയ ഭീഷണി, അത് മറ്റ് ഒരു ആനയും ഇതുവരെ ഇവിടെ ഉയർത്താത്തതാണ്. സമാനതയില്ലാത്ത രീതി PT7 വിതച്ചിരുന്നു. അതിനൊക്കെ തന്നെ ഒരു പരിഹാരം PT7 പിടികൂടുന്നതിലൂടെ സാധിച്ചു. പക്ഷേ ഇനിയും ഇതുപോലെയുള്ള ആനകൾ ഇറങ്ങാനുള്ള സാധ്യത അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആനകളെയും മറ്റ് വന്യജീവികളെയും നിയന്ത്രിക്കാനുള്ള നടപടികൾ കൂടി വനംവകുപ്പിന്റെ ഭാഗത്ത് വേണം അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്ഷൻ ഓഫീസിന്റെ പുറത്ത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ആനയെ കൂട്ടിലേക്ക് മാറ്റിയതിനു ശേഷം ആയിരിക്കും മാധ്യമങ്ങൾക്ക് പൂർണ്ണമായ തോതിൽ ഇതിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. എന്താണെങ്കിലും മിഷൻ PT7 വലിയ വിജയമായതിന്റെ ഒരാശ്വാസത്തിലാണ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. തീർച്ചയായും അത് തന്നെയാണ് PT7 മിഷൻ. അത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഓരോ ഘട്ടത്തിലും ദൗത്യ സംഘം വിജയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ PT7 കൂട്ടിലാക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയം മുമ്പാണ് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആനയെ എത്തിച്ചത്. ഉടൻ തന്നെ അവിടെ PT7 ഒരുക്കിയിട്ടുള്ള യുക്കാലി മരങ്ങൾ കൊണ്ട് സ്ഥാപിച്ച കൂട്ടിലേക്ക് PT7 മാറ്റും. ആ ദൗത്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, എന്തായാലും ആനയെ കൂട്ടിലേക്ക് മാറ്റിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണോ കാര്യങ്ങൾ? അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആനയെ കൂട്ടിലേക്ക് മാറ്റുന്നത് വളരെ വേഗത്തിൽ, കാരണം സെഡേഷന്റെ ആ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ആനയെ കൂട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഡോക്ടേഴ്സിന്റെ സംഘം, അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ സംഘം, കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമാണ്. ഏതാണ് അല്പസമയം കൊണ്ട് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യേക സജ്ജമാക്കിയിട്ടുള്ള ഒരു ആനക്കുട്ടിലാണ് PT7 വേണ്ടിയിട്ട് ഉള്ളത്. ഈ യുക്കാലി തടികൾ കൊണ്ടാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം യുക്കാലി തടികൾ മറ്റ് മരങ്ങളെ പോലെയല്ല, അത് പെട്ടെന്ന് പൊട്ടുകയോ മറ്റുമില്ല, ചതയുന്ന ഒരു തരത്തിലുള്ള സ്വഭാവമാണ് ഈ തടിക്കുള്ളത്. നമുക്കറിയാം PT7 അത്ര വളരെ അക്രമകാരിയായ ഒരാനയായതുകൊണ്ട് തന്നെ കൂട്ടിലൊന്നും അത്ര പെട്ടെന്ന് മെരുങ്ങുന്ന ഒരു സ്വഭാവമായിരിക്കില്ല. കൂട് ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കാം, അതേപോലെ തന്നെ അവിടുന്ന് പുറത്തു ചാടാൻ ശ്രമം നടത്തും. അപ്പോൾ അങ്ങനെ ഈ കൂട് ഇടിച്ചു പൊളിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ മറ്റ് വലിയ തോതിൽ ഒരു പരിക്കുകളോ മറ്റോ ഉണ്ടാവാതെ. തീർച്ചയായും എന്തായാലും ആ മിഷൻ വിജയിച്ചിരിക്കുന്നു. PT7 പിടികൂടുക എന്ന മിഷൻ എല്ലാ അർത്ഥത്തിലും വിജയിച്ചിരിക്കുന്നു. PT7 ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് PT7 ലോറി എത്തിയത്. ഇപ്പോൾ ആനയെ പൂർണ്ണമായും ഈ യുക്കാലി മരങ്ങൾ കൊണ്ട് സ്ഥാപിച്ച കൂട്ടിലേക്ക് ആനയെ മാറ്റിയിരിക്കുന്നു. 5:45 കൂടിയാണ് ഈ ദൗത്യ സംഘം PT7 പിടികൂടാനായി ഇന്ന് വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. അതിനുശേഷം 7 മണിക്ക് ശേഷം ഒരു 7:15 കൂടി ആനയെ മയക്കുവെടി വെക്കുന്നു. അതിനുശേഷം 30 മിനിറ്റോളം വേണ്ടി വന്നു ആന ഇങ്ങനെ മയക്കത്തിലേക്ക് എത്താൻ. അതിനുശേഷം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ ലോറിയിൽ കയറ്റുന്നു. അവിടെ PT7 പ്രതിരോധം തീർത്തെങ്കിൽ പോലും ഭരതൻ, വിക്രം, കോന്നി
സുരേന്ദ്രൻ അടക്കമുള്ള ആനകളുടെ സഹായത്തോടുകൂടി PT7 ലോറിയിൽ കയറ്റി അല്പസമയം മുമ്പ് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ആനയെ കൂട്ടിൽ കയറ്റിയിരിക്കുന്നു. ധോണി നിവാസികളെ സംബന്ധിച്ച് പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് PT7 കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത്. ഇനി സ്വാഭാവികമായും മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ആനയെ മയക്കുക, ഇതുപോലെ വിക്രമനും ഭരതനും കുങ്കിയാനയായി മാറിയതുപോലെ PT7നെയും കുങ്കിയാനയാക്കി മാറ്റുക, ഇത്തരത്തിൽ കാടിറങ്ങുന്ന ആനകളെ മയക്കാനുള്ള ദൗത്യത്തിലേക്ക് ഇനി PT7 കടക്കും. PT7 കൂട്ടിലായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. അനുമോദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. അനുമോദ് പറയാം. രഞ്ജിനി, PT7 കൂട്ടിലാക്കിയിരിക്കുന്നു. ഈ ഒരു മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന പാദമാണ് ഈ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ധോണി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലൊരുക്കിയ പ്രത്യേക കൂട്ടിൽ, ആനക്കുട്ടിലിൽ അതിലേക്ക് PT7 മാറ്റിയിരിക്കുന്നു. അതിന് മുന്നോടിയായി PT7 വെള്ളമൊഴിച്ച് അതിന്റെ സെഡേഷനിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ കൂട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു. സെഡേഷനിൽ നിന്നും മാറ്റിയിട്ട് ഇപ്പോൾ കൂട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു. നിലവിൽ PT7 ശാന്തനാണ്. കാരണം മയക്കം വിട്ടുമാറാൻ ഇനിയും ഏറെ സമയമെടുക്കും. മയക്കം വിട്ടുവന്നതിന് ശേഷമായിരിക്കും ഇതെങ്ങനെയാണ് ഈ ഒരു മാറിയ സാഹചര്യത്തോട് പ്രതികരിക്കുക എന്ന് പറയാനാവുക. കാരണം ഈ പലതരത്തിലും ഈ ആന ഈ പ്രതിരോധം തകർക്കുവാൻ, പ്രതിരോധം ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ ആന മയക്കത്തിലായതുകൊണ്ട് തന്നെ കൂട്ടിൽ ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ സെഡേഷൻ മാറിയതിന് ശേഷം എന്ത് തരത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രതികരണം എന്നതാണ് അറിയാനുള്ളത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. മിഷൻ PT7 ഈ സമയം വരേക്കും വിജയമാണ്. കാരണം നിർദ്ദിഷ്ട കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ അണുവിട തെറ്റാതെ കൃത്യമായ പ്ലാനിങ്ങോടെ, കൃത്യമായ എക്സിക്യൂഷനോടെ നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. രാവിലെ പുലർച്ചെ മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അനുയോജ്യമായ സ്ഥലത്ത് ആന എത്തിയെന്ന് പുലർച്ചെ 3 മണിക്ക് തന്നെ അരുൺ സഖറിയ അടങ്ങുന്ന സംഘത്തിന് ഇൻഫർമേഷൻ ലഭിച്ചു. 5:30 അരുൺ സഖറിയ അടങ്ങുന്ന സംഘം അവിടെ എത്തുന്നു. 7:10 വെടിവെക്കുന്നു. 11:30 കുങ്കിയാനകളുടെ സഹായത്തോടെ PT7 വാഹനത്തിലേക്ക് കയറ്റുന്നു. വളരെ വേഗത്തിൽ 12:30 ധോണി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലൊരുക്കിയ ആനക്കൊട്ടിലേക്ക് ആനയെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആന ശാന്തനാണ്. സെഡേഷൻ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. പക്ഷേ നിലവിൽ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ്. എന്താണെങ്കിലും ഈ ഒരു ദൗത്യം ഉദ്ദേശിച്ച പോലെ തന്നെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസം അധികൃതർക്കുണ്ട്. PT7 പിടിയിലായതിൻ്റെ ഒരു വലിയ ആശ്വാസം നാട്ടുകാർക്കും പങ്കുവെക്കാനുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് നാട്ടുകാരുടെ എല്ലാം തന്നെ പ്രതികരണം തേടിയപ്പോഴും അവർക്കെല്ലാം പറയാനുള്ളത് ഇതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷവും, ഒരു ലോട്ടറി കിട്ടിയാൽ പോലും ഇതിലേറെ സന്തോഷം ഉണ്ടാകില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്താണെങ്കിലും വളരെ ആശ്വാസത്തോടെയാണ്, വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു മിഷൻ അധികൃതർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരി, അനുമോദാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന. അനുമോദ തുടരുക. എന്തായാലും PT7 ദൗത്യം പൂർണ്ണമായിരിക്കുന്നു. അതിന്റെ ആശ്വാസത്തിലാണ് ധോണി മേഖല. ധോണിയിലെ ജനങ്ങൾ ഒരു ലോട്ടറി കിട്ടിയാൽ പോലും ഇത്രയധികം സന്തോഷമുണ്ടാകില്ല എന്നാണ് തൊട്ടുമുമ്പ് അനുമോദിനോടക്കം അവിടുത്തെ പ്രദേശവാസികളടക്കം പ്രതികരിച്ചത്. എന്തായാലും PT7 കൂട്ടിലായിരിക്കുന്നു. ആനയെ കൂട്ടിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സ്വഭാവം പറഞ്ഞോണ്ടാ സ്വഭാവം പറഞ്ഞോണ്ടാ
സ്വഭാവം പറഞ്ഞു കേട്ടാ. PT7 കൂട്ടിലായിരിക്കുന്നു. PT7 ദൗത്യം, PT7 മിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും ആന അവിടെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ആനക്കൊട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു PT7. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, PT7 കൂട്ടിലാക്കിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ആ നടപടിക്രമങ്ങൾ ഒന്ന് വ്യക്തമാക്കാം. രഞ്ജിനി, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം PT7 കൊണ്ടുവന്ന വാഹനമാണ്. ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം ഗേറ്റിനപ്പുറത്ത്, ഫോറസ്റ്റ് ഓഫീസിനപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വാക്കുകൾ കേട്ടതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും വലിയ ഒരു കാത്തിരിപ്പിന് ഒരവസാനം ഉണ്ടായതിന്റെ ആശ്വാസം ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരേപോലെ തന്നെ പങ്കുവയ്ക്കാനുണ്ട്. മന്ത്രി അവിടെ ഔദ്യോഗിക ഒഫീഷ്യൽസുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആശ്വാസത്തോടെ ആണ് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. കാരണം മിഷൻ ഇതുവരേക്കും ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. PT7 കൂട്ടിലാക്കിയിരിക്കുന്നു. PT7 ഇന്ന് രാവിലെ 3 മണി മുതൽ ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ രാവിലെ സാധിച്ചു. 5:30യോടെ വെടിവെക്കാനുള്ള ആനയെ മയക്കുവെടി വെക്കാനുള്ള സന്നാഹങ്ങളുമായി അരുൺ സഖറിയ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. രഞ്ജനി, മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണാൻ തയ്യാറാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോയിട്ട് മറ്റു കാര്യങ്ങൾ വിശദമാക്കാം. അവരെ പറഞ്ഞു തന്നാലെങ്ങനെ? അവരെ പറയരുത്. ഇങ്ങോട്ട് ടീം ക്യാപ്റ്റനാണ്. അവിടെ എല്ലാവരും ക്യാമറ എവിടെയാണ്? എന്നാ പിന്നെ നമുക്ക് ഹാളിലേക്ക് ഇരിക്കുന്നതായിരുന്നു. ആ ഹാളിലേക്ക് ഇരിക്കാം. സ്വഭാവം പറഞ്ഞു കേട്ടാ. സ്വഭാവം പറഞ്ഞു കേട്ടാ. ദൗത്യത്തെക്കുറിച്ചും എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ആദ്യമായി നാട്ടുകാർക്കെല്ലാം വേണ്ടി അഭിനന്ദിക്കുകയാണ്.
അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നത്. നാട്ടുകാർ അവർക്കൊരു സ്വീകരണം നൽകുന്നുണ്ട്. ഏറെ ദിവസമായി ഈ പ്രദേശത്തെ ആളുകളുടെ ഉറക്കം കെടുത്തിയതാണ്, പരിഭ്രാന്തി പടർത്തിയതാണ് PT7. അപ്പം അതിനെ പിടിക്കുക എന്നുള്ളത് ഒരു വളരെ അത്യാവശ്യമായിരുന്നു. അപ്പം അതിനുവേണ്ടി നിരന്തരം വനം വകുപ്പ് മന്ത്രി മുതൽ ഇവിടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരെയുള്ളവരെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. വനം വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ അത് പിടിക്കുമെന്നുള്ള ഉറപ്പ് തന്നിരുന്നു. അതിനിടയിലാണ് വയനാട്ടിൽ കടുവ ഇറങ്ങിയത്. അപ്പോൾ അതും ഇതേ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആ ഓപ്പറേഷൻ പൂർത്തിയാക്കിയിട്ടാണ് അവരിങ്ങോട്ട് വന്നത്. ഇതും വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ അഭിനന്ദനം ഞാൻ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ സംഘത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും, ഈ സംഘത്തിലെ മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ദൗത്യ സംഘത്തിലുള്ള ആളുകൾ ഇത് നമ്മളുടെ ഒരു വെല്ലുവിളി എന്തായിരുന്നു? കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ നിൽക്കുകയായിരുന്നു. That DFO will be explaining. PT7 ఈ భాగంతో వచ్చు. PT7 നമുക്ക് ധോനി അടുത്ത പരിസര പ്രാന്തത്തില് കുറച്ച് കൃഷിനാശം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഡാമേജ് ഇങ്ങനെയായിട്ട് ഇഷ്യൂസ് വരുന്നുണ്ട്. സോ നമുക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശം പ്രകാരം ഇവിടെ തന്നെ കൂട് വെച്ചിട്ട് ഈ PT7 പിടിച്ചിട്ട് ഇവിടെ തന്നെ എത്താൻ വേണ്ടി നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. സോ അതിന് പ്രകാരം നമ്മുടെ വയനാട് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. സോ വയനാട് ടീമിന്റെ കൂടി നമ്മുടെ RRT ടീം പ്ലസ് നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് എല്ലാ ആൾക്കാരും പോയിട്ട് ഇന്ന് രാവിലെ ഒരു 7 മണിക്ക് ഫസ്റ്റ് ഡാക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 8 മണി ആ സമയത്ത് നമുക്ക് കയറി വെച്ചിട്ട് ആനിമൽക്ക് സ്റ്റേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ ആനിമലിൽ ബണ്ടിൽ ലോഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഏതൈతే നമുക്ക് ഒരു കൂട് വെച്ചിട്ടുണ്ട് ഈ PT7 വേണ്ടി അതിൽ ഇറക്കിയിട്ടുണ്ട്. സാർ, ഇതിപ്പം ഇന്നലെ നമ്മൾ തുടങ്ങിയ ദൗത്യമാണ്. 2ാം ദിവസത്തിൽ വളരെ സക്സസ് ആയി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇന്ന് എത്ര മണിക്കാണ് ഇതിനെ വെടിവെച്ചത്? പിന്നെ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? നമുക്ക് 2 ചലഞ്ച് ഉണ്ടായിരുന്നു. ഒന്ന്, ആനിമൽ നിൽക്കുന്നത് ജനപ്രദേശത്തിനുള്ളിലും കാടിന്റെ ഉള്ളിൽ നല്ല ശരിക്കും സ്റ്റീപ്പാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചെറിയൊരു വിൻഡോയേ ഉള്ളൂ, ചെറിയൊരു സ്പേസേ ഉള്ളൂ. ആ സ്ഥലത്ത് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ചലഞ്ച്. അപ്പം അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് 4:30 നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ 6 മണിക്ക് ആനിമലിനെ സ്പോട്ട് ചെയ്തു. 7 മണിക്ക് നമുക്ക് ഡാട്ട് ചെയ്യാൻ പറ്റി കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ. സോ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. നമുക്ക് വലിയൊരു സ്ട്രെസ് വന്നില്ല. അവിടുന്ന് ലോഡ് ചെയ്തു, കുങ്കി വെച്ച് ലോഡ് ചെയ്തു കൊണ്ടുവന്നു. പക്ഷെ ആനിമൽ നല്ല ഹെഫ്റ്റി ആനിമലാണ്, നല്ല ചലഞ്ചിങ് ആയിരുന്നു. ആക്ച്വലി ചാർജിങ് ഉണ്ടായിരുന്നു. സോ ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ അൺഇവന്റ്ഫുൾ ആയിട്ട് വളരെ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഓടിയിട്ടുണ്ട്, കുറച്ച് ദൂരം ഓടും. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബൈ സർപ്രൈസ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തത്, അല്ലാതെ നമ്മൾ ഓടിച്ചിട്ട് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ കറക്റ്റാ വരുന്ന റൂട്ട് കണ്ടെത്തിയിട്ട് നമ്മൾ 2-3 ഡാറ്റിംഗ് ടീം ഉണ്ടായിരുന്നു. സോ ആ ഡാറ്റിംഗ് ടീം പല സ്ഥലത്ത് നിന്നു നമ്മളെ കൃത്യമായിട്ട് കിട്ടി എന്നെ ഡാറ്റ് ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല, ലോറിയിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. ആനിമലിന് അപകടം ഉണ്ടാവും, തട്ടി വീഴും, ചരിഞ്ഞ് വീഴും. ഒരു പ്ലെയിൻ ഏരിയയിൽ നല്ലൊരു ഏരിയയിൽ തന്നെ നമുക്ക് കിട്ടി. സാർ, ഇതിലെ വെല്ലുവിളികൾ എന്തായിരുന്നു? അതിനെ എങ്ങനെയാണ് നമ്മൾ മറികടന്നത് ഓരോ ഘട്ടങ്ങളെയും? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഹേർഡിന്റെ 2 ബുൾസിന്റെ കൂടെയായിരുന്നു, ഒരു മക്കനെ ഉണ്ടായിരുന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നു നമുക്ക്. കാരണം അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഇയാളെ ഡാറ്റ് ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാത്രമേ നമുക്കൊരു ഒരു ചലഞ്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ അൺഇവന്റ്ഫുള്ളായി സെഡേറ്റ് ചെയ്തു, നല്ലതായിട്ട് മയങ്ങി. ദെൻ 3.5 മണിക്കൂറോളം നമ്മൾ നിർത്തി. 3.5 hours നമ്മൾ മയക്കത്ത് തന്നെ നിർത്തി. അപ്പോഴത്തേക്ക് റോഡൊക്കെ റെഡിയാക്കി മറ്റേ ലോറി കൊണ്ടുവന്ന് ലോഡ് ചെയ്തു. എങ്ങനെ വേറെ ബുൾസ് ഉണ്ടായിരുന്നു, ഒരു മക്കനെ ഉണ്ടായിരുന്നു, ഒരു മോഴ ഉണ്ടായിരുന്നു, നല്ല ചാർജിങ് ആയിട്ടുള്ള ഒരു മോഴ. ബൂസ്റ്റർ ഡോസ് അല്ല, നമ്മൾ അതിനെ ടോപ്പപ്പ് ചെയ്യാന്നാ പറയാം. അതായത് അത് നമ്മൾ അതിന്റെ സെഡേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എത്ര നേരം വേണോ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതുവേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. കാരണം എല്ലാം കൊടുത്തിട്ടുണ്ട്. ആന്റിബയോട്ടിക്സ് ഉണ്ട്, ബാക്കി സപ്പോർട്ടീവ് മെഡിസിൻസ് ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടിക്കും. ഇനിയിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുങ്കിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം. അപ്പൊ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞ ഒരു അക്ലമറ്റൈസേഷൻ ആണ്. ഈ കൂടുമായിട്ട് അത് പരിചയപ്പെടും, പെട്ടെന്ന് ഇതാവും. അതിനുശേഷം നമ്മൾ പുതിയ പാപ്പാനെ നമ്മൾ ഇറക്കി അതിനെ ആനിമലായിട്ട് ബോണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാ പറയാം, അത് വെച്ചിട്ടാ ചെയ്യുക. അല്ലാണ്ട് അടിക്കലോ ഇടിക്കലോ ഒന്നും അധികമായിട്ടില്ല. അങ്ങനെ ചെയ്ത് നമ്മൾ ചെറിയ ഇത് കൊടുത്ത് ലാസ്റ്റ് പാപ്പാനെ ഇറങ്ങി അതിനായിട്ട് പഴകി നമ്മൾ ഇറക്കും.
ഒരു കാര്യം കൂടി, അതായത് ഇപ്പം PT7 പിടിച്ച സമയത്ത് ആളുകൾ വലിയ ആശ്വാസം പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചുള്ള PT7 മാത്രമല്ല ഇവിടുത്തെ ആന. അപ്പം ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഞാനിവിടെ വന്നപ്പോൾ തന്നെ CCF ആയിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞത് അത് ഇതാണ് നേതൃത്വം കൊടുത്തിരുന്നത്. ഇതിനെ പിടികൂടിയതോടുകൂടി മറ്റത് നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമെന്നാണ് CCF അതാണ് പറഞ്ഞത്. അത് അത്രയും പ്രയാസം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഭീതി അകറ്റാനുള്ള എല്ലാ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ടാണ് നടത്തിയത്. അപ്പോൾ അതിൽ നമ്മുടെ വയനാടിന്റെ ഒരു ഏകദേശം 30 സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ മുതലാണ് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പോൾ ഇന്നാണ് നമുക്ക് ആ സാഹചര്യം കിട്ടിയത് കൊണ്ടാണ് നമ്മളത് ഡാറ്റ് ചെയ്തത്. രാവിലെ മുതൽ എല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഈ ആനയെ കൂട്ടിലെത്തുന്നത് വരെ ഒരു സ്ഥലത്തിലെയും എന്തൊരു ഇഷ്യൂസും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ വനവകുപ്പിലുള്ള നമ്മുടെ പാലക്കാട് ടീം കൂടാതെ ബാക്കിയുള്ള ടീമിലെ കൂടി മൊത്തം ഇന്ന് ഓപ്പറേഷൻ മൊത്തം ഒരു 200 പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് ഇതെങ്ങനെ വന്നിട്ട് നമുക്ക് അടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൂടെ ഇവിടെ കുറച്ച് ബാക്കിയുള്ള ആനകളുണ്ട്. പക്ഷെ ഇതെല്ലാം ഇത്ര സ്ഥിരമായിട്ടുള്ള ക്രാപ്പ് റൈഡേഴ്സ് അല്ല. ഇതാണ് ആക്ച്വലി PT7 ആണ് ബാക്കി ആനകൾക്ക് കൂടെ നിന്നിട്ട് ഈ റെഗുലറായിട്ട് ക്രാപ്പ് റൈഡിങ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രേക്ക് ഉണ്ടാകും. അപ്പോൾ ഈ സമയം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ നിലവിലുള്ള ആറാട്ടികളൊക്കെ ശക്തമാക്കിയിട്ട് നമ്മൾ വന്നിട്ട് ഇതിന്റെ ഡ്രൈവിംഗ് ഓപ്പറേഷൻ നടത്തും. അതുകൊണ്ട് നമുക്ക് ഇനി പരമാവധി നമുക്ക് ഇഷ്യൂസ് ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. PT7 കൂട്ടിലാക്കിയ ദൌത്യ സംഘത്തിന്റെ മന്ത്രി MP രാജേഷിന്റെ അടക്കമുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇവിടെ ദൌത്യ സംഘ തലവനായിരുന്ന ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്കറയുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും വളരെ ശ്രമകരമായ ദൌത്യമായിരുന്നു. പക്ഷേ വിജയിച്ചിരിക്കുന്നു. എല്ലാ പ്രതികൂല ഘട്ടങ്ങളും മറികടന്ന് വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യം അവിടെ ഈ ദൌത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ദൌത്യസംഘ തലവൻ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയെ മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും ദൌത്യം വളരെ ശ്രമകരമായിരുന്നു എന്നാണ് തൊട്ട് മുമ്പ് അരുൺ സക്കറിയെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത്. എന്നാൽ എല്ലാ ഘട്ടവും പൂർണ്ണതോതിൽ വിജയിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്ന് രാവിലെ PT7 മയക്കുവെടി വെക്കാനായി അവിടെ എത്തിയപ്പോൾ PT7 ഒപ്പം ഒരു മോഴയാന കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് വെടിവെക്കാൻ സാധിക്കാതിരുന്നത്. മോഴയാന കൂട്ടം തെറ്റിപ്പോയ ശേഷമാണ് PT7 വെടിവെക്കുന്നത്. അതിനുശേഷം 3.5 മണിക്കൂർ ആനയെ അവിടെ തന്നെ മയക്കി നിർത്താൻ സാധിച്ചു. പിന്നീട് വഴിവെട്ടി ലോറി അവിടെ എത്തിയ ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ആനയെ ലോറിയിലേക്ക് കയറ്റുകയായിരുന്നു. ആദ്യം അല്പം ഈ ലോറിയിലേക്ക് കയറ്റാൻ PT7 അല്പം പ്രതിരോധിച്ചെങ്കിൽ കൂടിയും 3 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയും PT7 ലോറിയിൽ കയറ്റുകയായിരുന്നു. അതിനുശേഷം 12:30 കൂടിയാണ് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ PT7 സ്ഥാപിച്ച കൂട്ടിലേക്ക് ആനയെ എത്തിക്കുകയും 1 മണിയോടുകൂടി ആനയെ കൂട്ടിലേക്ക് മാറ്റാനും സാധിച്ചു. ഇനി എന്തായാലും നിലവിൽ ഇനിയുള്ള മണിക്കൂറുകളും വളരെ നിർണായകമാണ്. അവിടെ നിന്നും ഈ നിലവിൽ ഈ മയക്കത്തിലാണ്, ഈ മരുന്നുകളുടെ സഡേഷനിലാണ് ആന ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ഈ സഡേഷൻ വിട്ടുമാറുമ്പോൾ ആന ഏത് രീതിയിൽ പെരുമാറുമെന്നുള്ളതൊക്കെ ഇനിയും നോക്കിക്കാണേണ്ടതാണ്. ഈ വനം വകുപ്പിന്റെയും ദൌത്യ സംഘത്തിന്റെ എല്ലാം കൃത്യമായ നിരീക്ഷണത്തിൽ ഇപ്പോൾ PT7 കൂട്ടിലായിരിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ നമ്മൾ കണ്ടത് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം കണ്ടു. അതിനപ്പുറം ഈ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്കറയുടെ പ്രതികരണം കണ്ടു. എന്താണ് അവിടെ നിന്നും പറയാനുള്ളത്? ശോഭം പറഞ്ഞു വേണ്ട.
പ്രസാദ് കേൾക്കാമോ? എന്താണ് ഇപ്പോൾ ഇനി അവിടെ നടക്കുന്നത്? ആന കൂട്ടിലായിരിക്കുന്നു. അരുൺ സക്കറിയെ മന്ത്രി എം പി രാജേഷ് ആദരിക്കുന്ന അടക്കം നമ്മൾ കണ്ടു, പ്രതികരണം നമ്മൾ കണ്ടു. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ. അങ്ങോട്ട് കടത്തിയോ രഞ്ജിനി? ഇനി ഇനി ഈ കൂട്ടിലായിരിക്കുന്ന ആനയെ കുങ്കിയാനയാക്കി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി എന്നുള്ളതാണ് അരുൺ സക്കറിയ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇതിന്റെ എങ്ങനെയാണ് ഇന്നത്തെ ഓപ്പറേഷൻ എന്ന് സംബന്ധിച്ച് വളരെ വ്യക്തമാക്കി. ഇന്ന് രാവിലെ 6 മണിക്ക് ആണ് ഇവർ വനത്തിലേക്ക് കടക്കുന്നത്. കൃത്യം 7:10 ആനയെ മയക്കുവെടി വെച്ചു. 7:40 ആന സെഡേഷനിലേക്ക് പോയി. പിന്നീടാണ് ആനയെ കയറ്റുന്ന നടപടികളെല്ലാം തന്നെ ഉണ്ടായത്. ഈ തുടക്കത്തിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആനയോടൊപ്പം ഒരു മോഴയാന കൂടി ഉണ്ടായിരുന്നു. അതിനെ പിന്നീട് മാറ്റുകയും ഈ ദൌത്യത്തിലേക്ക് കടക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. അതാണ് ഈ ദൌത്യത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. പക്ഷെ അത് കൃത്യമായ ഇടപെടലോടുകൂടി തന്നെ അതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ദൌത്യം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. സംഘങ്ങൾക്ക് എല്ലാവർക്കും മന്ത്രി എം പി രാജേഷ് തന്നെ സ്ഥലത്തെത്തി അഭിനന്ദനങ്ങൾ നേരുകയും പൊന്നാട അണിയിച്ച് എല്ലാവരെയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ സംഘാംഗങ്ങളെയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയത് ഈ ദൌത്യം പൂർത്തിയായി. പക്ഷേ നേരത്തെ നാട്ടുകാർ പറഞ്ഞതുപോലെ ഇനിയും കാട്ടാന ഇറങ്ങുന്നതിനും മറ്റും അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് നേരത്തെ ഒലവക്കോട് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആനയെ അങ്ങോട്ട് തളച്ചിരിക്കുന്ന ആനയുടെ അടുത്തേക്ക് വരുന്നതിന് കൂടി അനുമതി കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തി വന്നിരുന്ന ഒരു ദൌത്യത്തിന്റെ പരിസമാപ്തി എന്ന് തന്നെ പറയാം. വലിയ തോതിൽ അതിന് വിജയിക്കാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ പിഴവുകളൊന്നുമില്ലാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഇപ്പോൾ കൂട്ടിലായ ആളുകളെ സംബന്ധിച്ചോളം ഇനി കൗതുകം കൂട്ടിലായിട്ടുള്ള ഈ PT-7 ഒന്ന് കാണുക എന്നുള്ളതാണ്. അതിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവം കാണിക്കുമോ അത്തരം കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. ഡോക്ടർ പറഞ്ഞത് ഈ സാധാരണ ഇനിയാണ് ഒരു കുറച്ച് ദിവസങ്ങൾ ഇതിനൊന്ന് പരിചയിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടി വേണ്ടിവരും. അതിനുശേഷം ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകി കുങ്കിയാനയാക്കി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് പറയുന്നത്. എന്തായാലും മുഴുവൻ ആളുകളും ഇപ്പോൾ ഇവിടെ നിന്നുണ്ട്. മന്ത്രി സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. മുഴുവൻ ടീമാംഗങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു. അതോടൊപ്പം തന്നെ അരുൺ സക്കറിയും അദ്ദേഹവും ഈ ദൌത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ടീമാംഗങ്ങൾ എല്ലാവരും ഇനിയുള്ള ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ CCF വിജയാനന്ദ് അദ്ദേഹം പറഞ്ഞതും ഈ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. PT-7 ആണ് നിരന്തരം ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ PT-7 പോയാൽ ഇനി ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടാകും. ഈ ഒരു ബ്രേക്കിനിടയിൽ വന്യജീവികൾ ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളെന്തായാലും ഈ ആനയുടെ അടുത്തേക്ക് പോകുന്നത് സംബന്ധിച്ചുള്ള ഒരു നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ ആണല്ലോ. ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തോട്ടെ നമ്മൾ അങ്ങോട്ട് കടക്കുന്നതിനുള്ള ഒരു അനുമതി ആണ് തേടുന്നത്. കാരണം ആന ഈ പെട്ടെന്ന് കൂട്ടിലായതുകൊണ്ട് തന്നെ അല്പം ഒരു ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആന PT-7 ഇവിടെ നിൽക്കുന്നു. നാട്ടുകാർ പറഞ്ഞ എല്ലാ ആന അക്രമ സ്വഭാവം കാണിക്കുന്നതാണ്. ചാടുന്നതിന്റെ എല്ലാ ലക്ഷണവും, അതായത് ഇവിടെ നിന്ന് പോകുന്നതിനുള്ള അല്ലെങ്കിൽ ആ കൂട് ഭേദിച്ച് കടക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ആന നടത്തുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ നാളുകളായി വനത്തിൽ പുറത്ത് നാട്ടിൽ വയലുകളിൽ ഇറങ്ങി സ്വതന്ത്ര വിവാഹം നടത്തി സ്വതന്ത്രമായി സഞ്ചരിച്ചിരുന്ന ഈ PT-7 ഇപ്പോൾ കൂട്ടിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ആനയെ സംബന്ധിച്ചിടത്തോളം അത് ഭേദിച്ച് ഈ കൂട് ഭേദിച്ച് പുറത്തു കടക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. അത് തടയുക അതിനുള്ള സുരക്ഷയോടുകൂടിയുള്ള കൂട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം ആനയ്ക്ക് ഇതുമായി പൊരുത്തപ്പെടാൻ ഈ ഒരു വളരെ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 അടി വീതിയും 15 അടി നീളവും മാത്രമുള്ള 18 അടി ഉയരമുള്ള ഒരു കൂട് മാത്രമാണിത്. ഇത്രയും കാലം അതിന് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം സഞ്ചരിച്ചിരുന്ന PT-7 ഇനി ഈ ഒരു സ്പേസിനുള്ളിൽ ഈ ഒരു കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ വേണം ഏറെക്കാലം ചിലവഴിക്കാൻ. അത് മെരിങ്ങിയതിന് ശേഷം മാത്രമേ പിന്നീട് പുറത്തിറക്കുകയുള്ളൂ. എന്തായാലും കുങ്കിയാനയാക്കി മാറ്റുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ മന്ത്രി പറഞ്ഞതുപോലെ ഈ ടീമുകൾ അത്രയേറെ എഫേർട്ടാണ്, അത്രയേറെ
ഈ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു. അത്രയേറെ കഠിനാധ്വാനം ഇവരെല്ലാവരും ചെയ്തിരുന്നു. ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള അരുൺ സക്കറി ആണെങ്കിലും അതോടൊപ്പം തന്നെ പാലക്കാട് DFO ആണെങ്കിലും അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റർ ആണെങ്കിലും അതുപോലെ ഈ മുഴുവൻ ടീം അംഗങ്ങളും അതിനേറെ നിന്നിരുന്നു എന്നുള്ളതാണ്. അതോടെ എടുത്തു പറയേണ്ടത് ഈ നാട്ടുകാരുടെ ഒരു പിന്തുണയാണ്. ഇവരെ വലിയ ആനയെ പിടിക്കണമെന്നത് അവരുടെ ആവശ്യമാണെങ്കിൽ പോലും വലിയൊരു സമ്മർദ്ദത്തിലാക്കി ഈ ദൗത്യത്തെ ഒരു ഘട്ടത്തിൽ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളൊന്നും തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അവരും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. എന്തായാലും PT7 നമ്മളിപ്പോൾ കാണുന്നത് കൂട്ടിലായ PT7നെയാണ്. PT7 അല്പം ആക്രമണ സ്വഭാവം, അതായത് അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അത് സ്വാഭാവികമാണ്. ഇത്രയും കാലം ഈ സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു കാട്ടാന ആകെ 15 അടി നീളവും വീതിയുമുള്ള ഒരു കൂട്ടിലേക്ക് ആയിട്ട് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കതിന്റെ കൂടിനകത്തേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ ആളുകൾ പറയുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ ഓരോ പ്രത്യേകതകളും നമുക്ക് ആളുകൾക്ക് ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഉയരം അത്രത്തോളം ഉയരം കൂടുതലുള്ള ഒരു കാട്ടാനയല്ല ഇത്. ഇതിന്റെ ഈ പിൻകാലുകൾക്ക് ഒരു കാലിന് അതിന്റെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. അതെല്ലാം നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അതെല്ലാം ശരിയാവുന്ന തരത്തിൽ, ആ കാഴ്ചകളെല്ലാം ശരിയാവുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊമ്പും ഒരു കൊമ്പ്, 2 കൊമ്പുകളിൽ ഒരു കൊമ്പിന് നീളം കൂടുതലും ഒന്നിന് കുറവും, അങ്ങനെയാണ് PT7 ഉള്ളത്. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം PT7 കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി എത്ര നാൾ ഈ കൂട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നേരത്തെ ഇവരെല്ലാം തന്നെ ഒരുപോലെ പറഞ്ഞിരുന്നത് എത്ര ദിവസം ഇനി ഇതിനെ കുങ്കിയാനിയാക്കുക എന്നുള്ളതാണ്. അതിന് എത്ര ദിവസം വേണ്ടിവരും എന്നുള്ളതൊന്നും കൃത്യമായി പറയാൻ കഴിയില്ല. ഒരു സാധാരണഗതിയിൽ അരുൺ സക്കറി പറഞ്ഞത് 60 ദിവസം മുതൽ ഒരുപക്ഷെ 2 വർഷം വരെ ആകാം. പക്ഷേ ഇതിന്റെ പരിശീലനം കിട്ടുന്നതും ഇത് എത്രത്തോളം മെരുങ്ങുന്നു എന്നുള്ളതെല്ലാം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അത് എങ്ങനെയാണ് അത് വഴങ്ങുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് മനസ്സിലാകുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ആശ്വാസകരമാണ് ഇതെല്ലാം. ആനയെ പിടിച്ച് കൂട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയ ഒരു ദൗത്യം, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയ ദൗത്യം, ഇന്നലെ രാവിലെ 5 മണിക്ക് ആരംഭിച്ച ദൗത്യമാണ്. ആ ദൗത്യം പിന്നീട് പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഈ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമായി മാറിയിട്ടുള്ളത്. പിന്നീട് ഇന്ന് പുലർച്ചെ, ഇന്ന് രാത്രി തന്നെ അവിടെ ട്രാക്കിംഗ് ടീം അവിടെ ഈ ആനയുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കോർമ ഭാഗത്തേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് ഒരു തുറസായ സമതല സ്ഥല പ്രദേശത്ത് വെച്ച് ആനയെ കിട്ടിയതാണ് ഇതിൽ ഏറ്റവും രാവിലെ തന്നെ. അത് ഈ 7:10 ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. 7:10 മയക്കുവെടി വെച്ചു. 7:40 ആന മയക്കത്തിലേക്ക് നീങ്ങി. പിന്നീട് നമ്മൾ കണ്ടതാണ് ഏറെ ശ്രമകരമായി ആനയെ ലോറിയിൽ കയറ്റി അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊണ്ടുവന്നു. ഇവിടെ ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ഈ കൂട്ടിനുള്ളിലേക്ക് ആനയെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. വളരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും, അതിന് ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെല്ലാം അതിൽ വലിയ ആശ്വാസവും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ എന്താ പറയുക, ഒരു അഭിനന്ദനങ്ങളും, ഈ നാടിന്റെ മുഴുവൻ അഭിനന്ദനങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് അഭിനന്ദനം നേരുന്നതോടൊപ്പം തന്നെ ഇനി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ പക്ഷേ ആ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാവരും CCF ഉൾപ്പെടെ ഇപ്പോൾ തുമ്പിക്കൈ പുറത്തിട്ട് ആന നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. കൂട്ടിലായ PT7 അതിന്റെ മസ്തകം കൊണ്ട് ഈ കൂട് ഒന്ന് തള്ളി നോക്കുന്നുണ്ട്. അത് പുറത്തേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത്രയേറെ ശക്തമായ, അത്രയേറെ സുരക്ഷയുള്ള ഒരു കൂടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ യൂക്കാലി മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂടാണ്. ഇപ്പോൾ പിൻകാൽ അവിടെ വെച്ച് അത് തള്ളാനുള്ള ശ്രമം ആന നടത്തുന്നുണ്ട്. ഏതായാലും ആന ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ തന്നെ അസ്വസ്ഥമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് കാണാം, ആന തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് അത് തള്ളുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആന അത്രയേറെ അസ്വസ്ഥമാണ്. കാരണം സ്വാഭാവികമാണ്, അത് മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും ഇത്രയും സ്വതന്ത്രമായി നടന്ന ഒരാളെ പെട്ടെന്ന് കൂട്ടിലടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ PT7 എത്രത്തോളം അസ്വസ്ഥമാണ് എന്നുള്ളതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം അതിന് തോന്നുമ്പോഴെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിരുന്ന ആ കാട്ടാനയാണ് PT7. എത്ര കാവലിടുന്നാലും അതിനെല്ലാം ഭേദിച്ചുകൊണ്ട്
ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ആന ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പിടികൂടണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നതിന്റെ കാരണം. നേരത്തെ CCF പറഞ്ഞത് ഈ സാധാരണ ഇപ്പോൾ ആന വീണ്ടും പുറംതിരിഞ്ഞു നിൽക്കുകയും അതിനെ ഇവിടെ ഈ കൂട്ടിലകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് നേരത്തെ ഇത് പിടിച്ച് ഈ കൂട് തള്ളാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ മസ്തകം ഉപയോഗിച്ചത് തള്ളാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത്ര ശക്തിയോടെ കൂടി നിൽക്കുന്ന അതാണ് നമ്മളോടൊപ്പം ഈ ദൌത്യത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം അത്രയേറെ വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ഒന്നത്. മറ്റൊന്ന് നാട്ടുകാരെ സംബന്ധിച്ചുള്ള ഉറക്കം കളഞ്ഞതായിരുന്നു. നാട്ടുകാരെ മാത്രമല്ല നിങ്ങളുടെയും ഉറക്കം കളഞ്ഞതായിരുന്നു. ഇപ്പൊ എന്താണ് ഈ ദൌത്യത്തിൽ പറയാനുള്ളത്? ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായിരിക്കും ഇന്നും നമ്മൾ കൃത്യമായിട്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ നടപടി ഉണ്ടായിട്ടുണ്ട്. രാവിലെ മുതൽ ട്രാക്കിംഗ് മാത്രമല്ല 2 സെറ്റ് ഓഫ് സ്റ്റാഫ് ഇന്നലെ മുതൽ തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ നേരത്തെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും സ്ഥലത്ത് ചെല്ലുകയും 4:30 തന്നെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിരുന്നാലും നമുക്കവിടെ കൃത്യമായിട്ട് എത്താൻ പറ്റുകയും ഡാറ്റ് ചെയ്യാൻ പറ്റുകയും സ്റ്റാഫിനും എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ടുണ്ടായത് പിന്നീട് ഇതിനെ തിരിച്ച് ലോറിയിലേക്ക് കയറ്റാമെന്നുള്ളൊരു ദൗത്യം കുറച്ച് ശ്രമകരമായിരുന്നു. കാരണം നല്ലൊരു വികറസായിട്ടുള്ളൊരു മെയിലാണ്. എന്നിരുന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് 3 കുങ്കിയാനുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിത് സാധിച്ചത്. ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഇത് കുറച്ച് അസ്വസ്ഥമാണ്. അപ്പോൾ ഇത് എത്ര ദിവസം ഈ ഒരു ഇതുണ്ടാവുമെന്നുള്ള കരുതുന്നത്? നോക്കാം നമുക്ക്. കാരണം അവൻ ആദ്യമായിട്ടാണ് ഒരു കൂട്ടി കയറുന്നത്. അപ്പോൾ അവൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പോകെ നമുക്കറിയാൻ പറ്റും. നമുക്ക് മുൻപും ഇതേപോലെ കട്ടളകളെ പിടിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു മുൻ പരിചയം വെച്ചുകൊണ്ട് സാധാരണഗതിയിൽ എത്ര ദിവസം വരെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്? നോക്കേണ്ടി വരും. ഡിപ്പെൻസ് ഓൺ ഓരോ എലിഫന്റ് വെച്ചിട്ട്. കാരണം ഇവൻ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടുള്ള വളരെ അഗ്രസീവായിട്ടുള്ളൊരു മെയിലാണ്. വളരെ സൂത്രശാലിയാണ്. ഒരുപാട് തവണ വഴുതി പോകുന്നതും നാട്ടുമ്പുറത്തോടെ നടക്കുമ്പോൾ തന്നെ അവൻ എത്രമാത്രം ബുദ്ധിയുള്ളവനെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പലതവണ എന്നോട് പറഞ്ഞിട്ടാണ് ഇവനെ ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല അതിനകത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് ഫീൽഡിൽ പോയ RRT ടീമിനെയും വയനാട് നിന്നുള്ള എലിഫന്റ് ടീമിനെയും ഡോക്ടറെയും ഒക്കെയാണ്. പിന്നെ നമ്മുടെ തന്നെ സ്റ്റാഫും പാലക്കാട്, നെന്മാറ, മണ്ണാർക്കാട് ഡിവിഷനിലെ സ്റ്റാഫും എല്ലാവരും ഒരു 3-4 ദിവസമായിട്ടും ഉറക്കമൊഴിച്ചിരുന്ന് കൃത്യമായിട്ട് തന്നെ ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇവരുടെ ഒരു അത്രയും അധ്വാനം, ആ ഒരു എഫേർട്ടിന്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കൂട്ടിനകത്ത് ആന ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ തുടരേണ്ടി വരും. എന്നോടൊപ്പം അനുമോദ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് PT-7 കൂട്ടിനുള്ളിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇത്രയും കാലം ഈ ഒരു മേഖലയിലൂടെ സർവ്വസ്വതന്ത്രനായി വിഹരിച്ചിരുന്ന PT-7 ഇപ്പോൾ ആ കൂട്ടിനുള്ളിലാണ്. മയക്കം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. പക്ഷേ ഈ കൂടിനുള്ളിൽ അവൻ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കൂട് പൊളിക്കാൻ നമ്മൾ കാണുന്നത് കാലുകൾ ഉപയോഗിച്ച് പിൻകാലുകൾ ഉപയോഗിച്ച് ചവിട്ടുന്നതിൻ്റെ ദൃശ്യം, അതുപോലെ തുമ്പിക്ക് പുറത്തേക്ക് നീട്ടി കൂട് പൊളിക്കാനുള്ള ശ്രമം, കൂടിലേക്ക് അമർന്നു നിൽക്കുന്നതിൻ്റെ ദൃശ്യം, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശങ്ക നൽകിയ, ഇത്രയും പേടിപ്പിച്ചിരുന്ന മറ്റൊരു ജീവി ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത്രയും അധികം ആശ്വാസം ഈ നാടിന് കിട്ടിയതും ഇവൻ ചെയ്തിരുന്ന ഇവൻ്റെ കാർഷിക മേഖലയിലും മറ്റ് എല്ലായിടത്തും ഇവനുണ്ടാക്കിയ നാശനഷ്ടങ്ങളും ഭീതിയും ഭീഷണിയും കാരണമാണ്. എന്താണെങ്കിലും നാടിനെ വിറപ്പിച്ചിരുന്ന കൊമ്പൻ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. ഇനി ഇവരെ മെരുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. അതിനല്പം സമയം വേണ്ടി വരും. കാരണം 1 വർഷം മുതൽ 2 വർഷം വരെയൊക്കെ എടുക്കാനുള്ള സാധ്യതയാണ് ഇതിന് കാണുന്നത്. നിലവിൽ ധോണിയിലെ ഈ താൽക്കാലികമായി ഉണ്ടാക്കിയ ആനക്കൂട്ടിലാണെങ്കിലും ഇവിടെ നിന്നും അല്പസമയത്തിന് ശേഷം, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് പുത്തങ്ങിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം ഈ ആനയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അത്രയും അൺപ്രഡിക്റ്റബിൾ ആണ് ഈ PT-7 എന്ന കൊമ്പനെന്നാണ് വനം വകുപ്പ് തന്നെ പറയുന്നത്. വളരെ പ്രകോപനം സൃഷ്ടിക്കുന്ന, പ്രകോപനകാരിയായ, വളരെയധികം ശക്തനായ, ബുദ്ധിയുള്ള ഒരു ആനയായിട്ടാണ് ഈ ആനയെ കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ബിഹേവിയർ, ഈ മാറ്റം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ 2-3 ദിവസം എങ്ങനെയായിരിക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഈ നാടിനെ സംബന്ധിച്ച് ഇതുപോലെ ആശ്വാസം തോന്നിയ മറ്റൊരു നിമിഷം ഉണ്ടായിരിക്കില്ല. അവർക്കിനി സ്വതന്ത്രമായി അവർ നടക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാം. അവർക്ക് മറ്റൊന്നിനും ഈ PT-7 ഭീഷണി
ഇവിടെയും ഉണ്ടാവുകയില്ല. പക്ഷേ PT-7 മാത്രമല്ല ഈ നാട്ടിൽ ഈ ദുരിതം തീർക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുപോലെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്, മറ്റു കൊമ്പന്മാരുണ്ട്. പക്ഷേ അതിനെ കൂടി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം, ഒരു ശ്രമം വേണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ നാട്ടുകാർ പറഞ്ഞു നിർത്തുന്നുണ്ട്. എന്താണെങ്കിലും വലിയൊരു ദൗത്യത്തിന് വിജയകരമായ തന്നെ പര്യവസാനം കുറിച്ചിരിക്കുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ശ്രമങ്ങൾ. ഇന്നലെ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞ കൊമ്പനെ പക്ഷേ പിടികൂടാനായില്ല. പക്ഷേ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്തിരുന്ന ടീം പുലർച്ചെ 3 മണിയോടെ തന്നെ ആന സമതലമായ ഒരിടത്ത് ഉണ്ടെന്ന വിവരം അറിയിക്കുന്നു. അതിനുശേഷം 5:30 ഡോക്ടർ അരുൺ സക്കറി അടങ്ങുന്ന സംഘം അവിടേക്ക് എത്തുന്നു. 7:10 മയക്കുവെടി വയ്ക്കുന്നു. മയക്കുവെടി വെച്ച ശേഷം ആന അല്പസമയം വലിയ പ്രതിരോധം തീർത്തെങ്കിൽ പോലും കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ 11:30 ലോറിയിൽ കയറ്റി ധോണിയിലെ ഫോറസ്റ്റ് ഓഫീസിലൊരുക്കിയ ആനക്കൂട്ടിൽ എത്തിച്ചിരിക്കുന്നു. എന്താണ് 12:30 മണിയോടെ ആനയെ കൂട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ മിഷൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയകരമായി പര്യവസാനം കൊണ്ടതിൻ്റെ ഒരാശ്വാസത്തിലാണ് അധികൃതരും. അതുപോലെ തന്നെ PT-7 ശല്യം, PT-7 കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവസാനിച്ചതിൻ്റെ ഒരാശ്വാസത്തിലാണ് നാട്ടുകാരും. എന്തായാലും PT-7 കൂട്ടിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് PT-7 7:10 കൂടിയാണ് PT-7 മയക്കുവെടി വെച്ചത്. അതിനുശേഷം അവിടെ നിന്നും 3-3.5 മണിക്കൂർ ആ ഭാഗത്ത് തന്നെ ആന മയക്കത്തിലായിരുന്നു. അതിനുശേഷം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ലോറിയിൽ കയറ്റി 12:30 കൂടിയാണ് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചത്. അതിനുശേഷം 1 മണിയോടുകൂടി ആനയെ കൂട്ടിൽ കയറ്റുകയായിരുന്നു. വിശദാംശങ്ങളിലാണ് ഇപ്പോൾ അനുമോദും പ്രസാദും അവിടെ നിന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്ന് തുടരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും ആള് ചെറിയ ഒരു അസ്വസ്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ശാന്തനാണ് എന്ന് നമുക്ക് പറയാമല്ലേ? കാരണം ഇത്രയും നാളും ഭീകരത വിതച്ച് നാട്ടിൽ വിലസി നടന്നയാളാണ്. ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു, ചെറിയ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളും നിർണായകമായിരിക്കുമല്ലോ സ്വാഭാവികമായും. പ്രത്യേകിച്ചും ഈ സഡേഷൻ വിട്ടുമാറുന്ന സമയം കൂടിയാണല്ലോ ഇനി മുന്നോട്ടുള്ള സമയം, അല്ലേ? രഞ്ജിനി, ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാമോ? പ്രസാദ്, എന്തായാലും PT-7 കൂട്ടിലായിരിക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആന അല്പം ഒരു അസ്വസ്ഥനാണ്. നേരത്തെ ഈ നാട്ടിലൊക്കെ കാലുപയോഗിച്ച് ഇപ്പോൾ കൂട് തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 കാലും പൊക്കി വെച്ച് മുകളോട്ട് കയറാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നുണ്ട്. വലിയ ഒരല്പം ശാന്തനാണെന്ന് പറയാമല്ലേ? വലിയ അസ്വസ്ഥത കാണിക്കുന്നതെങ്കിലും അസ്വസ്ഥതയൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഈ മരുന്നിന്റെ ആ സഡേഷൻ വിട്ടുമാറുന്ന സമയത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകളും നിർണായകമായിരിക്കുമല്ലോ, അല്ലേ? നോക്കാൻ വന്ന ആളുകൾ കേട്ടോ, എന്നിട്ട് വേഗം നോക്കിയിട്ട് പെട്ടെന്ന് ഒഴിവാക്കണം കേട്ടോ. രഞ്ജിനി, ഇത് രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. അത് കുറച്ച് 2-3 ദിവസം കൂടി ഈ രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് അതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആയിരിക്കും നീളുക. നേരത്തെ അരുൺ സക്കറിയൊക്കെ പറഞ്ഞതുപോലെ കുങ്കിയാനയാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ എത്ര ദിവസം വേണ്ടിവരും എന്നുള്ളതെല്ലാം ഇത്തരം സ്വഭാവങ്ങളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുക. കൂടുതൽ പെട്ടെന്ന് വഴങ്ങാൻ സാധ്യതയുള്ള കാട്ടാനകളുമുണ്ട്. അതല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കേണ്ടി വരുന്നതുമുണ്ട്. PT-7 സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനാവില്ല. എന്തായാലും ഈ കൂട്ടിലായിട്ടുള്ള PT-7 നേരത്തെ കുറേ നേരമായി ഈ കൂട് തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മസ്തക ഉപയോഗിച്ചുകൊണ്ടും തുമ്പിക്കൈ ഉപയോഗിച്ചുമെല്ലാം അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത്രയും ഫലമായ ശക്തമായ ഒരു കൂടാണ് ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഈ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ യൂക്കാലി മരങ്ങൾ എന്തുകൊണ്ട് ഈ കൂടിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. അത് ആക്രമിച്ച് അത് പുറത്തേക്ക് വരാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ മസ്തകം കൊണ്ടും അതെല്ലാം ശരീരം കൊണ്ടുമെല്ലാം തന്നെ ഇടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഈ ആനയ്ക്ക് പരിക്ക് പറ്റരുത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഇടിച്ച്
ഈ യൂക്കാലി മരങ്ങൾ ഉപയോഗിക്കുന്നത്. യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്തരത്തിൽ ഈ മരം ചതയും എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് ആനയ്ക്കും അതിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നുള്ളതാണ് ഈ മരം ഉപയോഗിക്കാനുള്ള ഒരു പ്രധാന കാരണം. എന്തായാലും ഇപ്പോൾ PT7 കൂട്ടിലായിട്ടുണ്ട്. ആളുകളെല്ലാം തന്നെ ഇത് കാണും. ഇപ്പോൾ വനംവകുപ്പ് ഇവിടെ ആളുകൾക്ക് ഇങ്ങോട്ട് കടക്കാനൊരു അവസരം കൊടുത്തതുകൊണ്ട് ആളുകൾ വരികയും അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാനും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തുമ്പിക്കൈ ഉപയോഗിച്ച് ആന കൂടിൻ്റെ ഭാഗത്തേക്ക് എല്ലാം വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതിനകത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത്രയും ഇപ്പോൾ മസ്തകം ഉപയോഗിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് തള്ളാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ നേരമായി, അതായത് കൂട്ടിലിട്ടതിന് ശേഷം മുഴുവൻ സമയവും ഇതുതന്നെയാണ് PT7 ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ നാടിൻ്റെ ഉറക്കം കെടുത്തിയ കാട്ടാനയാണിത്. അപ്പോൾ അതിന് ഇഷ്ടം പോലെ അത് വനംവകുപ്പ് എത്ര സ്ഥലങ്ങളിൽ ഫെൻസ് ചെയ്താലും അതോടൊപ്പം തന്നെ കാവലിരുന്നാലും കർഷകർ കാവലിരുന്നാലും അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ധോണി മേഖലയോട് കിടക്കുന്ന ഈ 4 പഞ്ചായത്തുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖത്ത് PT7 ഇറങ്ങുമായിരുന്നു. പക്ഷേ ആ PT7 ആണ് ഇപ്പോൾ ഇവർ 15 അടി നീളവും വീതിയും മാത്രമുള്ള ഒരു കൂട്ടിനകത്ത് വളരെ അസ്വസ്ഥമായി നിൽക്കുന്നത്. എന്തായാലും ആളുകൾക്ക് വലിയൊരു ആശ്വാസം തന്നെ എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം നിരവധി കാട്ടാനകൾ അവരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉറക്കം കെടുത്തിയ കാട്ടാന PT7 ആണ്. അതിൽ ആശ്വാസം, അത് മാറിയതിൽ ആശ്വാസം എന്നുള്ളതാണ് അവർ എടുത്ത് പറയേണ്ടത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ ഈ ദൗത്യത്തിന് ശേഷം മന്ത്രിയും CCF എല്ലാം പറഞ്ഞതുപോലെ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതിൽ ഏറ്റവും ശല്യക്കാരനായ ഒരാളെ പിടിച്ച് കൂട്ടിലിട്ടു എന്നുള്ളതാണ്. ഇനിയും ശല്യക്കാരനും അക്രമ സ്വഭാവങ്ങളുള്ള നിരവധി ആനകൾ ഇവിടെയുണ്ട്. അതിനെല്ലാം പരിഹാരം വേണമെന്ന് തന്നെയാണ് പറയുന്നത്. അതുണ്ടാകും. ഇത് പിൻകാലുകൊണ്ട് ഇതിനെ ചവിട്ടി ശ്രമിക്കുന്ന ആന നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ചവിട്ടി കുതിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസം ഇത് തന്നെയായിരിക്കും ഈ ഒരു കാഴ്ച, ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയേറെ അസ്വസ്ഥനാണ് ആന എന്നുള്ളതാണ്. വനംവകുപ്പ് ജീവനക്കാരെല്ലാം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോടെല്ലാം ഇപ്പോൾ മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെ ഈ സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റുകയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇനി എത്ര നാൾ ഇത്തരത്തിൽ കാത്തു നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര നാൾ ഇതിനെ കുങ്കിയാനയാക്കി മാറ്റേണ്ടി വരും എന്നുള്ളതൊന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ പെട്ടെന്ന് വരികാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അല്പം സമയം ഇനിയും വേണ്ടിവരും എന്നുള്ള കാര്യത്തിലും ഇനി ഒരു എത്ര സമയം വേണ്ടിവരും എന്നെല്ലാം തന്നെ അത് നോക്കേണ്ടി വരും. അതിനുള്ള കാത്തിരിപ്പും അതിനുള്ള പരിശീലനങ്ങളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ശരി, പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും PT7 കൂട്ടിലായിരിക്കുന്നു. ചില അസ്വസ്ഥതകൾ ആന കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുമ്പിക്കൈ കൊണ്ട് കൂട്ടിൽ ചില അസ്വസ്ഥതകൾ കാണിക്കുന്നു. കാലുയർത്തി പൊങ്ങിയതടക്കം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്തായാലും മരുന്നിന്റെ മയക്കുവെടി വെച്ചതിന്റെ സഡേഷനൊക്കെ വിട്ടുമാറി വരികയാണ്. ഇത്രയും നാൾ നാട്ടിൽ ജനങ്ങളുടെ സൗരജീവിതത്തിനടക്കം ഭീഷണി ഉയർത്തിക്കൊണ്ട് നടന്നിരുന്ന PT7 കൂട്ടിലായിരിക്കുന്നു. അതിന്റെ അസ്വസ്ഥതകൾ ഇപ്പോൾ ആന കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 6 മണിയോടെ 5:45 കൂടിയാണ് ദൗത്യസംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ആനയെ സ്പോട്ട് ചെയ്യുന്നു. ആനയ്ക്കൊപ്പം ഒരു മോഴയാന കൂടി ഉണ്ടായിരുന്നു. മോഴയാന കൂട്ടം തെറ്റിപ്പോയതിനു ശേഷമാണ് PT7 7:10 ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സഖറിയ ഇവിടെ നേതൃത്വത്തിലുള്ള സംഘം ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നത്. അതിനുശേഷം ആന 3-3.5 മണിക്കൂർ ആ ഭാഗത്ത് തന്നെ മയങ്ങി നിൽക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷം കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ലോറിയിൽ കയറ്റുന്നു. ലോറിയിൽ കയറ്റാൻ അല്പം ആന PT7 പ്രതിരോധിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എങ്കിൽ കൂടിയും കുങ്കിയാനകളായ വിക്രം, ഭരതൻ, കോന്നി സുരേന്ദ്രൻ അടക്കമുള്ള ആനകളുടെ സഹായത്തോടു കൂടി PT7 ലോറിയിലേക്ക് കയറ്റുന്നു. അതിനുശേഷം 12:30 ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ആനയെ എത്തിക്കുകയാണ്. 1 മണിയോടുകൂടി ആനയെ ഇങ്ങനെ യൂക്കാലി മരങ്ങൾ കൊണ്ട് സ്ഥാപിച്ച 15 അടി ഉയരമുള്ള 15 അടി വീതിയുള്ള കൂട്ടിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ആന കൂട്ടിലാണ്. ധോണി നിവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മേഖലയിൽ ധോണി നിവാസികളുടെ ജീവിതത്തിനടക്കം ഭീഷണി ഉയർത്തിക്കൊണ്ട് PT7 വിലസി നടക്കുകയായിരുന്നു. ഇപ്പോൾ PT7 കൂട്ടിലായിരിക്കുന്നു. PT7 ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില അസ്വസ്ഥതകളൊക്കെ ആന കാണിച്ച് തുടങ്ങിയിരിക്കുന്നു. ആന ഇപ്പോൾ കാലുയർത്തി വെച്ചത്
മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അസ്വസ്ഥനാണ് ആന. സ്വാഭാവികമായും ഇത്രയും നാൾ പുറത്ത് വിലസി നടന്നിരുന്ന ഒരു ആനയാണ്. 2019 ഇങ്ങനെ ഈ PT7 ധോണി മേഖലയിൽ ആദ്യമായി എത്തിത്തുടങ്ങുന്നത്. അതിനുശേഷം കഴിഞ്ഞ 1.5 വർഷമായി സ്ഥിരമായി എല്ലാ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും ഈ ധോണി മേഖലയിൽ ആന ഇറങ്ങുകയും ജനവാസ മേഖലയിലേക്ക് അടക്കം എത്തുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും അടക്കം ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയതും നമ്മൾ കണ്ടതാണ്. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ച പോലെ ഈ വനം വകുപ്പിന്റെ അടക്കം റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ആനയെ പിടികൂടണമെന്ന റിപ്പോർട്ടിലടക്കം പറഞ്ഞു വെക്കുന്നത് ഒരു വർഷ കാലയളവിനുള്ളിൽ 180 ദിവസത്തോളം ആന ഈ ധോണി ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. അതിൽ 170ഓളം ദിവസവും ഇത്തരത്തിൽ അവിടെയുള്ള പ്രദേശവാസികളുടെ അടക്കം കൃഷി നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിരുന്നു. സ്വാഭാവികമായും ആനയെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ കാടിറങ്ങി വരുന്ന ആനകളെ വനത്തിനുള്ളിലേക്ക് തന്നെ തുരത്തി ഓടിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടക്കമുണ്ടാകുന്നത്. അങ്ങനെ പല തവണ തുരത്തി ഓടിച്ചു കഴിയുമ്പോൾ ആന പിന്നീട് കാടിറങ്ങാതിരിക്കുന്ന സാഹചര്യവും നമ്മൾ കാണാറുണ്ട്. പക്ഷേ PT7 കാര്യത്തിൽ അത് ഫലം കണ്ടില്ല. പലതവണ വനത്തിനുള്ളിലേക്ക് PT7 തുരത്തി ഓടിച്ചെങ്കിലും പിന്നീടും പല ദിവസങ്ങളിലും ആന ഇങ്ങനെ പുറത്തിറങ്ങി വരുന്നതാണ് കാണുന്നത്. ഇപ്പോൾ PT7 കൂട്ടിലായതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.